ഹായ് ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ആനന്ദം എന്ന മൂവിയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. മൂവി ഞങ്ങൾ കണ്ടു. വളരെ നല്ലൊരു മൂവിയാണ്. ശ്രീനിവാസൻ പ്രൊഡക്ഷൻ വെഞ്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല മൂവിക്ക് വേണ്ടിയായിരിക്കും. ഫസ്റ്റ് പ്രൊഡക്ഷൻ വെഞ്ചറാണ് ചെയ്തെങ്കിൽ അത് നല്ലൊരു മൂവിക്ക് വേണ്ടിയായിരിക്കും നമുക്ക് ഉറപ്പാണ്. മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഗണേഷ് രാജാണ്. കഥയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. സോ ഗണേഷ് രാജിൻ്റെ മൂവി എന്ന് പറയുന്നപ്പോൾ പുതിയൊരു ഡയറക്ടറാണ്, എന്താണ് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ വിനീത് ശ്രീനിവാസൻ പ്രൊഡക്ഷനാണ്. ഒപ്പം തന്നെ ടോട്ടലി ന്യൂ കാസ്റ്റ്, എക്സെപ്റ്റ് നമുക്ക് റോഷൻ മാത്യുവിന് നമ്മൾ ഇതിനു മുമ്പ് പുതിയ നിയമത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു IB അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് ഒരു ടൂർ പോയിട്ടുണ്ടെങ്കിൽ, IB എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ ടൂർ പോകുന്നതിനാണ് IB എന്ന് പറയുക. സോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് നൊസ്റ്റാൾജിക്കായി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണിത്. കോളേജ് ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ള ആരാണെങ്കിലും ഈ മൂവി കണ്ടിരുന്നാൽ അവരുടെ കോളേജ് ലൈഫിനെ പറ്റി ആ ഡേ ഫുള്ള് ചിന്തിക്കും. അത് 100% ഷുവറാണ്. ഈ കോളേജ് ലൈഫ് മിസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പറയാറുണ്ട് കോളേജ് ലൈഫ് വാസ് എ ബെസ്റ്റ് ടൈം. സോ ആ ഒരു ഫീലിംഗ് ഈ മൂവിക്ക് തരാൻ സാധിക്കും. കോളേജിലും ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്നാലും പേരിന് മാത്രമേ ഉള്ളൂ. ബട്ട് അതൊരു ഫുൾ ടൈം എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് ടൂറായിരിക്കും മിക്ക കോളേജുകളിലും നടക്കുക. അത് തന്നെയാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. അപ്പം തന്നെ ഹാപ്പി ഡേയ്സ് പോലൊരു മൂവിയാണ് നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. കാരണം ഇതൊരു ടോട്ടലി ട്രാവൽ മൂവിയാണ്. അതായത് ഐവിക്ക് പോകുന്നത് തുടങ്ങി ഐവിക്കും തിരിച്ചു വരുന്നവരെയാണ് മൂവി ടോട്ടലി പോകുന്നത്. റോഷൻ മാത്യു നമ്മൾ കണ്ടതാണ്. വെരി വെരി ടാലന്റ് ആക്ടറാണ്. അത് നമ്മൾ റോഷൻ മാത്യുവിൻ്റെ പുതിയ നിയമം മൂവിയിൽ നമ്മൾ കണ്ടതാണ്. ഒരു വില്ലൻ റോളാണ് വന്നത്, പക്ഷെ ദാറ്റ് വാസ് വെരി ഗുഡ്. നാർക്കലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കണ്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണെന്നും പറഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്ത്. ആക്ച്വലി അത്ര ആക്റ്റീവല്ല റോളല്ല, പക്ഷെ അതുപോലെ തന്നെ കഥയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് റോൾ ചെയ്തിരിക്കുന്നത് അരുൺ കുര്യൻ എന്ന ഒരു ആളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് വരുൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. കുറച്ച് സീരിയസ് ആയ കോളേജിലൊക്കെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിട്ടാണ് ഈ മൂവിയിൽ പുള്ളിനെ കാണിച്ചത്. IB പോകുന്നതിൻ്റെ ടൂർ കോർഡിനേറ്റർ വരുണായിരുന്നു. ഹി ഹാസ് ഓൾസോ ഗുഡ് ഒരു നല്ലൊരു ആക്ടിങ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൽ ഒരു പ്രമുഖ നടന്റെ ഒരു അപ്പിയറൻസ് ഉണ്ട്. ആരാന്ന് നിങ്ങൾ പറഞ്ഞ സസ്പെൻസ് കളയുന്നില്ല. ആ ഒരു സസ്പെൻസ് നിങ്ങൾ നേരിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ടതാണ്. അത് വെച്ച് ആ പ്രമുഖരുടെ പേര് വെച്ച് വേണമെങ്കിൽ മൂവി ബൂസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്യാതെ ആ മൂവിയുടെ ആ സസ്പെൻസ് ആ മൂവിയുടെ അവസാനം വരെ കീപ്പ് ചെയ്ത നമ്മളോട് ഒരു അപ്പിയറൻസ് ഉള്ളതായിട്ട് നമ്മൾ കാണിക്കുന്ന പോലും ഇല്ല. നമുക്കൊരു സൂചന തരുന്നില്ല, പക്ഷെ പുള്ളിയുടെ ഒരു അപ്പിയറൻസ് ഉണ്ട്. അത് ആരാ നിങ്ങൾ പറയുന്നില്ല. അത് നിങ്ങളുടെ സർപ്രൈസ് റൂം ചെയ്യുന്നതായിരിക്കും. ഈവൻ ഈ പടത്തിന്റെ പിന്നണി പ്രവർത്തകര് അവരുടെ ഫേസ്ബുക്കിലോ എന്തിനാ വിക്കിപീഡിയ പോലും അതിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. സോ അവരൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഞങ്ങളായിട്ട് പൊളിക്കുന്നില്ല. പിന്നെ സോങ്സ് ആണ് മൂവിയുടെ മറ്റൊരു ഹൈലൈറ്റ്. ആണ് ഈ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ സച്ചിൻ വാര്യരാണ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല സോങ്സ് ആണ്. ഇതിൻ്റെ അകത്ത് വിനീത് ശ്രീനിവാസൻ പാടിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്. ശരിക്കും ആ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് IB എന്ന് പറഞ്ഞൊരു സംഭവം എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്ന ഒരു പാട്ട് കൂട്ടാണത്. വിനീത് ശ്രീനിവാസൻ പാടിയിരിക്കുന്ന പാട്ട്. പിന്നെ മൂവിയുടെ ഒരു എന്താ പറയുക, ആ സെയിം പേസാണ് മൂവി അവസാനം വരെ കീപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് എന്താണ് മൂവി ഫാസ്റ്റ് ആയത് അതിൽ ലാഗുള്ള ഒന്നും തോന്നില്ല. ആ ഒരു തുടക്കം മുതലുള്ള ആ സെയിം പേസ്. അത് നിങ്ങൾക്ക് എന്താ പറയുക, കോളേജ് ലൈഫ് ഇപ്പം എൻജോയ് ചെയ്യുന്നവർ, കോളേജ് ലൈഫ് കഴിഞ്ഞവർ, ഒപ്പം തന്നെ കോളേജ് ലൈഫ് പോകുന്നവർ, ഇവരെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മസ്റ്റ് വാച്ച് മൂവിയാണ്. കാരണം ജസ്റ്റ് ആ ഫണ്ണിന് വേണ്ടി മാത്രം. അതൊരു മൂവി നമ്മൾ കാണുമ്പോൾ അതിനൊരു എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ടല്ലോ. എന്റർടൈൻമെന്റ് വാല്യൂ വളരെയധികം ഉള്ള മൂവിയാണ്. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല മൂവി. ഒരു ഫീലാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ടിക്കറ്റ് എടുത്ത് നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഫീൽ 100% സാറ്റിസ്ഫൈഡ്. അക്കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി പറയുന്നത്. അതെ, നിങ്ങളെന്തായാലും നിരാശരാവില്ല. ഇനിയിപ്പോൾ കുറച്ചു പേർക്ക് ചിലപ്പോൾ വിമർശിക്കാൻ തോന്നിയേക്കാം. അത് ഞങ്ങളുടെ ഇത് പറഞ്ഞാണ്. എന്തായാലും ഒരു 3.5 എന്തായാലും. കാരണം അതിന്റെ എന്റർടൈൻമെന്റ് വാല്യൂ മാത്രം വെച്ച് ഞാൻ പറയുവാണ് 3 അല്ല 3.5 ഔട്ട് ഓഫ് 5. ഈ ഫിലിം 51 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. ശരിക്കും ഈ ഫിലിമിന്റെ ഷൂട്ടിങ്ങിനെ പറ്റി ഡയറക്ടർ ഗണേഷ് രാജും അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസനും പറഞ്ഞത് ഈ വരുന്ന ഒരു ടൂർ പോകുന്ന ഒരു അറൌണ്ട് 50 സിറ്റി ഓരോരോ ലൊക്കേഷൻസിൽ പോയി, ഗോവ അതുപോലെ തന്നെ ഹംപി അതുപോലെ ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ബി യുവർ സെൽഫ്, നിങ്ങളൊരു കോളേജിലാണെങ്കിൽ എന്ത് ചെയ്യുമോ അത് ചെയ്യാൻ പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിലും അഭിനയിച്ചവർ ഒട്ടുമിക്കവരും ഫിലിം സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഒപ്പം തന്നെ ഇപ്പം അസിസ്റ്റ് ചെയ്യാനാണെങ്കിലും അവർ ഓരോ ദിവസം അവരുടെ വർക്ക് അവർ സ്വയം തീരുമാനിച്ചതെന്നാണ് ഡയറക്ടർ പറയുന്നത്. ഒരു ഫ്രെയിമിൽ പോലും ഒരു അനാവശ്യമായ ഒരു ഒറ്റ സീൻ പോലും ഉണ്ടായിരുന്നില്ല. വളരെയധികം
ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇഫ് ദർ ഈസ് നത്തിങ് ടു ബി റിമൂവ് ഫ്രം സംതിങ് ഇറ്റ്സ് കോൾ പെർഫെക്റ്റ്. അങ്ങനെ ഒരു വിധത്തിൽ പെർഫെക്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരു മൂവിയാണ്. ഒരു സീൻ പോലും ഒരു അനാവശ്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല പ്രേക്ഷകന്. ആൻഡ് ഒരുപാട് ചിരികളുണ്ടായിരുന്നു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. എല്ലാ കോമഡി സീൻസും ടോട്ടലി എൻജോയ് ചെയ്താണ്. ഫ്രഷ്നെസ് ഉള്ള കോമഡിയാണ്. എന്താ ഡബിൾ മീനിങ് ആയിട്ടുള്ള കോമഡീസോ അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കേട്ടാൽ ഒരു പ്രാവശ്യം കേട്ടെന്ന് തോന്നുന്ന ഫീലുള്ള ഒരു കോമഡി ഉണ്ടായിരുന്നില്ല. എവറി കോമഡി വാസ് വെരി ഫ്രഷ്. അതിന്റെ ഫുൾ കട്ടിന് പോയിരിക്കുന്നത് കുപ്പി എന്ന ക്യാരക്ടർ ചെയ്ത വിശാഖിനാണ്. ഹി വാസ് വെരി വെരി വെൽ. എന്ന് പറഞ്ഞൊരു ഡിഫറെന്റ് അപ്രോച്ചാണ്. ഡിഫറെന്റ് അപ്രോച്ച് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് നമ്മൾ മലയാള സിനിമയിൽ കണ്ടിരുന്ന ഒരു കോമഡിയാണ്. ഒരു സാഹചര്യത്തിനനുസരിച്ച് അവിടെ ഒരു ഡയലോഗ് അങ്ങനെ. ഇപ്പൊ നമ്മൾ ഒപ്പം മൂവി കണ്ടവരാണെങ്കിൽ ആ മാമുക്കോയ സാറിന്റെ ഒരു കോമഡി സീൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് ആ കോമഡി ഉണ്ടാക്കുമല്ല, ആ ഒരു സീനിനോട് ചേർന്ന് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ കുപ്പിയുടെ കോമഡി സീൻസ് എന്ന് പറയുന്നത്. വളരെ നാച്ചുറൽ ആയിട്ട് ഒരു എന്താ പറയുക, ഏച്ച് കെട്ടുകളൊന്നും ഇല്ലാത്തൊരു കോമഡി. അതിന്റെ ഒരു നാച്ചുറൽ ഫ്ലോയിൽ പോകുന്ന കോമഡിയാണ് മൊത്തം. പിന്നെ ഈ സിനിമയിൽ ഉള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒരു 18 to 20 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. ഒരു യൂത്തിന്റെ എനർജി ഈ ഫിലിമിന് ഉടനീളം കാണാൻ സാധിക്കും. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവരും ക്യാമറയ്ക്ക് പിന്നിലുള്ളവരും ഫുൾ ഒരു യൂത്താണ്. ഇപ്പോഴത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളെന്ന് വെച്ചാൽ പഠനം ഈ ഒരു മൈൻഡ് മാത്രമാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ഒരു എന്റർടൈൻമെന്റ് എന്നൊരു സംഭവം പ്രൊവൈഡ് ചെയ്യൽ വളരെ കുറവാണ്. ഈവൻ 4th ഇയേഴ്സിന് വരെ ഒരു 4-day ട്രിപ്പ് ആണ് കിട്ടുന്നത്. അത് ആ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. 4-day ട്രിപ്പ് ബാക്കിയുള്ളത് 2 ആഴ്ച കൊടുക്കുന്നു എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ട്രിപ്പ് ഒരു ഐ വി എന്ന പേരിൽ പോയി അത് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ആക്ച്വലി നമ്മളിപ്പോൾ പാസ് ഔട്ട് ആയവരാണെങ്കിലും നമ്മളിപ്പോൾ പഠിക്കുന്നവരാണെങ്കിലും നമുക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ തോന്നും. അതാണ് ആ മൂവിയുടെ ഒരു ഹൈലൈറ്റ്. പിന്നെ പറ്റുമെങ്കിൽ ഈ സിനിമ ഫ്രണ്ട്സിന്റെ ഒപ്പം, എസ്പെഷ്യലി കോളേജിൽ ഐവിക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ ടൂർ പോയിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഒപ്പം പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഓസം എക്സ്പീരിയൻസ്. പിന്നെ മറ്റു കാസ്റ്റിന്റെ പേര് പറയാത്തതുകൊണ്ട് നിങ്ങൾ അവരുടെ പെർഫോമൻസ് മോശമാണെന്നല്ല അർത്ഥം. ഞങ്ങൾ നോട്ട് ചെയ്ത ഒരു 3 പേരുടെ പേരാണ് പറഞ്ഞത്. ബാക്കിയുള്ള 7 പേരുണ്ട് കാസ്റ്റിൽ. 7 പേരുടെയും പെർഫോമൻസ് വളരെ നല്ലതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ്. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയിരിക്കുന്ന 2 സൂപ്പർ സ്റ്റാറുകളുടെ പടത്തിനിടയിലാണ് മത്സരിക്കേണ്ടത്. പുലിമുരുകനും തോപ്പിൽ ജോപ്പനും പിന്നെ ആസിഫലിയുടെ കവി ഉദ്ദേശിച്ചത് എന്ന സിനിമയാണ് ഇപ്പോൾ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം ഈ ഫിലിമിനെ സപ്പോർട്ട് ചെയ്യുക. കണ്ടവർ അവരുടെ എക്സ്പീരിയൻസ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദ മൂവി. ഐ എം കിരൺ കാർത്തികേയൻ സൈനിങ് ഓഫ്. താങ്ക് യു ഗൈസ്. ബൈ.